ദ ജേർണലിസ്റ്റിലേക്ക് പിണറായി സർക്കാരിന്റെ മൗനാനുവാദത്തോടെ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന 600 കോടിയോളം രൂപയുടെ ഭൂമി തട്ടിപ്പ് വിഷയത്തിൽ കേരള ഹൈക്കോടതി നിർണായകമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. നേരോടെ നിർഭയമെന്നൊക്കെ അവകാശപ്പെടുന്ന മുഖ്യധാര ചാനലുകാരോ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കളോ ഒന്നും ഇക്കാര്യം നിങ്ങളെ ഒരിക്കലും അറിയിക്കില്ല. കാരണം സർക്കാർ ഭൂമി നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്നവർ ചില്ലറക്കാരല്ല. കേരള ലോ അക്കാദമി ലോ കോളേജ് നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്ന 600 കോടിയോളം മതിപ്പ് വിലയുള്ള ഭൂമി സർക്കാർ കണ്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി എത്തിയിരിക്കുകയാണ്. 6 ആഴ്ചയ്ക്കകം പരാതിക്കാരനെ കേട്ട് ന്യായമായ തീരുമാനമെടുക്കാൻ സെക്രട്ടറി റവന്യൂ ആൻഡ് ഹൗസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു. കേരള തണ്ടാൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ടി സുരേഷാണ് പരാതിക്കാരൻ. അഡ്വക്കേറ്റ് അഖിൽ സുശീന്ദ്രനാണ് പരാതിക്കാരന് വേണ്ടി ഹാജരായത്. ഇവരെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയുമോ പ്രേക്ഷകരെ, ഇതൊരു ചെറിയ സംഭവമല്ല. പതിറ്റാണ്ടുകളായി 600 കോടിയോളം രൂപ മതിപ്പ് വിലയുള്ള സർക്കാർ ഭൂമി ഒരു സ്വകാര്യ ലോ കോളേജ് നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്ന വിഷയമാണ്. കേരളത്തിൽ ലക്ഷക്കണക്കിന് പേർ സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാതെ വിഷമിക്കുമ്പോഴാണ് സർക്കാർ തന്നെ തിരിച്ചു പിടിക്കണമെന്ന് കണ്ടെത്തിയ ഭൂമി ഇവർ സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ലോ കോളേജും സംസ്ഥാനത്തെ രാഷ്ട്രീയ സാംസ്കാരിക നിയമരംഗങ്ങളിൽ പ്രമുഖരായിട്ടുള്ളവരുമായ നിരവധി പേർ നിയമബിരുദം നേടിയത് പേരൂർക്കട ലോ അക്കാദമി ലോ കോളേജിൽ നിന്നാണ്. ആദ്യം 3 വർഷത്തേക്കും പിന്നീട് സ്ഥിരമായും കോളേജ് നിൽക്കുന്ന ഭൂമി ലോ അക്കാദമിക്ക് പതിച്ചു നൽകിയിരുന്നു. കടുത്ത നിബന്ധനകളോടെയായിരുന്നു ഇത്. പൂർണ്ണമായും വിദ്യാഭ്യാസ ആവശ്യത്തിനാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ വന്നാൽ ഈ ഭൂമി തിരിച്ചു പിടിക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന് അന്നു തന്നെ രേഖപ്പെടുത്തി വെച്ചിരുന്നു. എന്നാൽ ലോ അക്കാദമി ലോ കോളേജ് ഇത് ലംഘിച്ച് അവിടെ ഹോട്ടൽ, സഹകരണ ബാങ്ക്, സ്മൃതി മണ്ഡപങ്ങൾ എന്നിവ നിർമ്മിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തി വസ്തു തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ 1ാം പിണറായി സർക്കാർ കൈക്കൊണ്ടതായി നിയമസഭാ രേഖകളിൽ തന്നെ വ്യക്തമാണ് കാണുക. എന്നാൽ ഇതിനുശേഷം നടപടിയൊന്നും ഉണ്ടായില്ല. സ്വന്തമായി ഭൂമിയില്ലാത്ത പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആയിരക്കണക്കിന് ജനങ്ങൾ ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ മാത്രമുണ്ട്. ലോ അക്കാദമി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന വസ്തു പിടിച്ചെടുത്ത് ഭൂമിയില്ലാത്ത ജനങ്ങൾക്ക് പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് KPMS സംസ്ഥാന പ്രസിഡന്റും കേരള സോഷ്യലിസ്റ്റ് ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് കൺവീനറുമായ L രമേശിന്റെ നേതൃത്വത്തിൽ 2025 ഒക്ടോബർ 31 ലോ അക്കാദമിയിലേക്ക് ബഹുജന റാലിയും നടത്തിയിരുന്നു. ദളിത് പിന്നോക്ക സംഘടനകൾ പ്രക്ഷോഭം തുടങ്ങിയതിന് പിന്നാലെയാണ് കേരള തണ്ടാൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ടി സുരേഷ് കുമാർ ഹർജിയുമായി കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ 600 കോടിയിലധികം രൂപ വിലമതിക്കുന്ന ഭൂമി നിയമവിരുദ്ധമായി കൈക്കലാക്കുകയും ബാങ്കും ഹോട്ടലുകളും ഉൾപ്പെടെ സ്ഥാപിച്ച് ലക്ഷങ്ങളുടെ വരുമാനം കാലാകാലങ്ങളായി നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ലോ അക്കാദമി മാനേജ്മെന്റിനെതിരെ നിയമ നടപടി കൈക്കൊള്ളണമെന്നും കയ്യേറ്റമൊഴിപ്പിച്ച് സർക്കാർ ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ പിന്നോക്ക വിഭാഗങ്ങൾക്ക് താമസത്തിനായി കൈമാറണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ് ആദ്യം ഈ പരാതി ഉന്നയിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പിന്നീട് അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KM ഷാജഹാനും ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. 2017 മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന PH കുര്യൻ ലോ അക്കാദമി വളപ്പിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനും ഒരു ഉന്നതതല അന്വേഷണം നടത്തുന്നതിനും റിപ്പോർട്ട് സമർപ്പിച്ചത്. തുടർന്ന് വന്ന ഇടതുമുന്നണി സർക്കാർ ആ റിപ്പോർട്ട് പൂർണ്ണമായും പൂഴ്ത്തി. 2017 ഒരു സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി പാസാക്കിയ ഉത്തരവാണ് സ്വകാര്യ ലോ കോളേജ് ഉടമകൾക്ക് വേണ്ടി പിണറായി സർക്കാർ അട്ടിമറിക്കുകയും ഫയൽ പൂഴ്ത്തുകയും ചെയ്തത്. കയ്യേറ്റം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ നടപടികൾ നിയമവിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വിരുദ്ധമാണെന്നിരിക്കെ ഈ കാര്യങ്ങളെല്ലാം മറച്ചുവെച്ച് വർഷാവർഷം ഗ്രാന്റ് കൈപ്പറ്റിയ നടപടികളിൽ ലോ അക്കാദമിക്കെതിരെ UGC അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഈ ഉത്തരവ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ലോ അക്കാദമിക്ക് ഭൂമി പതിച്ചു നൽകാനുള്ള ഉത്തരവൊഴികെ അതിൻ്റെ നോട്ടും ഫയലും കറസ്പോണ്ടൻസ് രേഖകളും ഭൂമി തിരിച്ചുപിടിക്കാൻ ചീഫ് സെക്രട്ടറി നൽകിയ ഉത്തരവുകളും തിരുവനന്തപുരം കളക്ടറേറ്റിൽ നിന്ന് ദുരൂഹമായി അപ്രത്യക്ഷമാവുകയും ചെയ്തിരിക്കുന്നു. 1968 3 വർഷത്തേക്ക് ആദ്യഘട്ടമായി 11.49 ഏക്കർ സ്ഥലം ലോ അക്കാദമിക്ക് പാട്ടത്തിന് കൊടുത്തത്. കോളേജ് ഗൈഡ് ലൈൻ പ്രകാരം കോളേജ് ആവശ്യത്തിന് 5 ഏക്കർ വസ്തു മതി എന്നിരിക്കെ
സർക്കാരിൻ്റെ ഒത്താശയോടെ 6.49 ഏക്കർ ഭൂമി അധികം നൽകിയത് വഴി ഏകദേശം 600 കോടിയോളം രൂപയുടെ ഭൂമിയാണ് ഡോക്ടർ നാരായണൻ നായരുടെ കുടുംബം കൈവശപ്പെടുത്തിയത്. ഗുരുതരമായ ഈ നിയമലംഘനങ്ങൾ നിലനിൽക്കെയാണ് ഭൂമി തിരിച്ചുപിടിക്കാനുള്ള സർക്കാർ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് ഏകദേശം 30 കോടി രൂപയുടെ പ്രൊജക്റ്റിൽ ഒരു ബഹുനില കോംപ്ലക്സിൻ്റെ നിർമ്മാണം നാരായണൻ നായരുടെ കുടുംബം ഇപ്പോൾ ലോ അക്കാദമി സ്ഥിതി ചെയ്യുന്ന വസ്തുവിൽ സർക്കാർ ഒത്താശയോടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.